ചോദിച്ചാൽ പ്രത്യേക സേനയെത്തും. അന്താരാഷ്ട്ര കോടതിയെ വെല്ലുവിളിച്ച് നെതന്യാഹു. ലോകരാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര നിയമ സംവിധാനത്തിലും വീണ്ടും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തുന്ന പ്രസ്താവനയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നതിനിടെ വിദേശയാത്രകളിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനോട് പ്രതികരിക്കാൻ ഇസ്രായേലിന് പ്രത്യേക സേനയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ലോകശ്രദ്ധ പിടിച്ചുപറ്റി. നിയമപരമായും നയതന്ത്രപരമായും ഏറെ സങ്കീർണമായ സാഹചര്യത്തിലാണ് ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ അഭിമുഖീകരിക്കുമ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തനിക്ക് ഭയമില്ലെന്ന് പ്രഖ്യാപിക്കുകയും അതിനൊപ്പം സുരക്ഷാ സേനയെക്കുറിച്ചുള്ള പരാമർശം നടത്തുകയും ചെയ്തതോടെ ഈ വിഷയത്തിന് പുതിയ രാഷ്ട്രീയവും നിയമപരവുമായ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ്. അമേരിക്കൻ സന്ദർശനത്തിനിടെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു തന്റെ നിലപാട് വിശദീകരിച്ചത്. യാത്രക്കിടെ ഏതെങ്കിലും രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ചും മെഡിക്കൽ അടിയന്തരാവസ്ഥ പോലുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ വിദേശത്ത് തങ്ങേണ്ടി വന്നാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചും താൻ ആലോചിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. അതിനിടെയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രത്യേക സേനകളുണ്ട്, ഞാൻ 5 വർഷം സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ മറുപടി വ്യാപക ശ്രദ്ധ നേടിയത്. ഈ വാക്കുകൾ പലരും വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി അദ്ദേഹം വിശദീകരിച്ചത് ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാണെന്ന ആത്മവിശ്വാസമാണ്. ഈ പ്രസ്താവന ഉയർന്നു വരുന്നത് നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് ഇപ്പോഴും പ്രാബല്യത്തിലിരിക്കെയാണ്. 2024 നവംബറിലാണ് ഗാസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ച് നെതന്യാഹുവിനും അന്നത്തെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെ ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. സാധാരണ ക്രിമിനൽ കേസുകളിൽ നിന്നും വ്യത്യസ്തമായി യുദ്ധക്കുറ്റങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കേസിന്റെ അടിസ്ഥാനം. എന്നാൽ ഇസ്രായേൽ സർക്കാർ ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുകയും ICCക്ക് ഇസ്രായേലിന്മേൽ നിയമപരമായ അധികാരമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെതന്യാഹു നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കോടതിയിലെ നിയമ പോരാട്ടം മാത്രമല്ല, ലോകവേദിയിൽ തന്നെ നയതന്ത്ര സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നതുമാണ്. ഓരോ വിദേശയാത്രയും രാഷ്ട്രീയ സന്ദേശമായി മാറുകയും ഓരോ സന്ദർശനവും അന്താരാഷ്ട്ര നിയമവും ദേശീയ താൽപര്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ പരീക്ഷണമായി മാറുകയും ചെയ്യുന്നു. അതിനിടയിൽ അദ്ദേഹം നടത്തിയ ഏറ്റവും പുതിയ പ്രസ്താവന ലോകശ്രദ്ധ വീണ്ടും ഈ വിഷയത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ICCയുടെ അറസ്റ്റ് വാറന്റ് ഭാവിയിൽ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കും, അംഗരാജ്യങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, അന്താരാഷ്ട്ര നിയമത്തിന് മുന്നിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടാകും എന്നീ ചോദ്യങ്ങൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓരോ വിദേശയാത്രയും ഇനിയൊരു നയതന്ത്ര സന്ദർശനം മാത്രമല്ല, അത് അന്താരാഷ്ട്ര നിയമം, ആഗോള രാഷ്ട്രീയം, സുരക്ഷ, മനുഷ്യാവകാശം എന്നിവയുടെ സംഗമസ്ഥാനത്ത് ലോകം ഉറ്റുനോക്കുന്ന ഒരു നിർണായക സംഭവമായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.